ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല യമ്മി ബേക്കറി കിട്ടണ പോലെ തന്നെ ഒരു ചിപ്സ് ഉണ്ടാക്കിയിരുന്നു. നല്ല അടിപൊളി ടിപ്സ് ഷെയർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ പച്ചക്കായ ഞാനിവിടെ ഏഷ്യൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. പച്ചക്കായ മേടിക്കുമ്പോൾ അതിൻ്റെ ഞെട്ട് എന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ഒടിച്ചു നോക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഞെട്ടൊന്ന് ഒടിക്കുമ്പോൾ സ്ലൈറ്റ് ഒരു പിങ്കിഷ് കളർ ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ചിപ്പ്. കറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടുത്തെ കായ നാട്ടിലത്തെ കായ പോലെ കറിയൊന്നും ഉണ്ടാവില്ല. ചിലർ പറയണേക്കും കറിയുള്ള കായ ഉണ്ടെങ്കിലേ നല്ല ചിപ്സ് കിട്ടുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ചിപ്സ് കിട്ടിയായിരുന്നു. കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി വെക്കണം. ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ, മഞ്ഞൾപ്പൊടിയും അത്രയും തന്നെ. ഒരു 30-60 മിനിറ്റ് വരെയും മുക്കി വെക്കുക. നന്നായിട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം കായ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരയ്ക്കാം. അതിൻ്റെ സ്കിൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്കിൻ വരും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ക്രിസ്പി ചിപ്സ് കിട്ടാനായിട്ട് കേട്ടോ. ഞാനിവിടെ ഡിഷ് വാഷ് ചെയ്യുന്ന ഒരു പുതിയ സ്ക്രബായിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം തിന്നായിട്ട് ഒരു സ്ലൈസറോ കത്തിയോ ഉപയോഗിച്ച് അരിഞ്ഞ് വെക്കുക. ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് നിരത്തി വെക്കുക. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്തിട്ടാലും മതി. ഇങ്ങനെ ഇടുമ്പോൾ കായ പെട്ടെന്ന് എണ്ണ വീഴുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും, എണ്ണ ഇങ്ങനെ മുകളിലോട്ട് വരും. അതുകൊണ്ട് തന്നെ നല്ല അടികട്ടി നല്ല ഡെപ്ത് ഉള്ളൊരു പാത്രം എടുക്കുക. ചെറിയ പാത്രം എടുത്താൽ എണ്ണ ഓവർഫ്ലോ ആവും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല അത്യാവശ്യം വിസ്തീർണമുള്ള ഒരു പാത്രം എടുക്കുക. ചീനച്ചട്ടിയൊക്കെ ആയാലും മതി കേട്ടോ. അധികം കായ ഇടണ്ട, ജസ്റ്റ് ആ ഒരു എടുക്കുന്ന പാത്രത്തിനുള്ള പോർഷൻ അനുസരിച്ചുള്ള കായ ഇട്ട് കൊടുക്കുക. ഈ എണ്ണ പതഞ്ഞ് വന്നതൊന്ന് നിന്ന് കഴിയുമ്പോൾ തീ ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ എടുക്കാം. ബേക്കറിയിൽ അവർ തീ ചേഞ്ച് ചെയ്യില്ല, അവർ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യും. നമ്മളിത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് മീഡിയത്തിലിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കുക. ഉപ്പുവെള്ളം ഓരോ പ്രാവശ്യം തെളിക്കേണ്ട ആവശ്യമില്ല, കാരണം ഭയങ്കര ഉപ്പായി പോകും എണ്ണയിൽ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു ടീസ്പൂൺ ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ വീണ്ടും നല്ല ഒരു പത കാണാം. അപ്പോൾ തന്നെ കോരിയെടുക്കുക. ഉപ്പുവെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ കായയുടെ കളർ ഒന്നും കൂടി ഡാർക്ക് ആകും. അപ്പോൾ പെർഫെക്റ്റ് കളർ വേണ്ടതിന് തൊട്ട് മുന്നായിട്ട് ഉപ്പുവെള്ളം ഇട്ട് കൊടുക്കുക കേട്ടോ. കായ ഒന്ന് ജസ്റ്റ് കോരി നോക്കുമ്പോൾ ആ ഒരു കിലുകിലും സൗണ്ട് കേൾക്കുമ്പോൾ വീണ്ടും എണ്ണയിലിട്ടിട്ട് ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കാം. ഈ കിലുകിലും സൗണ്ട് കേൾക്കാണ്ട് ഉപ്പുവെള്ളം തെളിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ചിപ്സ് ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കായ കിട്ടും. അപ്പോൾ എന്താ, ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. കായ ഒന്ന് സ്ക്രബ് ഉപയോഗിച്ച് നല്ലോണം ഉരച്ച് കഴുകിയെടുക്കുക. അതിന് ശേഷം ഒരു ക്ലോത്ത് വെച്ച് ആ വെള്ളം കളയണം കേട്ടോ. ഒരു ക്ലോത്ത് വെച്ച് വെള്ളം കളയുക. എന്നിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിയുക. ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് തീ മീഡിയത്തിലേക്ക് ആക്കുക. അപ്പോൾ അതൊന്ന് താഴ്ന്ന് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ കോരിയെടുക്കുക. ഓരോ പ്രാവശ്യം ഉപ്പുവെള്ളം തെളിക്കണം എന്നില്ല, കാരണം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് വരും ലാസ്റ്റൊക്കെ വറക്കണ ചിപ്സിന്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബേക്കറിയിൽ ഉണ്ടാക്കണ പോലത്തെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചെറിയൊരു സദ്യയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത ഒരു മിനി സദ്യ. എന്തായാലും അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കാം. ടേക്ക് കെയർ. ബൈ.